Assalamu alaikum. Hello my dears. Welcome to the max class. Before starting the class, let's say dua for knowledge. Rabbi yassir wala tu'assir wa tamim bil khair wa biki nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the previous class we discussed about the divisions of fractions. Now we are going to learn the decimal numbers. Okay. So you have already know the decimal numbers. So what is decimal numbers? A number that has a decimal point followed by the digit that shows a value smaller than 1. So decimal point use ചെയ്ത numbers ആണ് എന്ത് decimal numbers എന്ന് പറയുന്നത്. So first one addition. So decimal numbers just നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എങ്ങനെ അഡിഷൻ ചെയ്യുന്നത് സബ്ട്രാക്ഷൻ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. How to add this decimal numbers? നമ്മൾ സാധാരണ നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്പേഴ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് ഡെസിമൽ പോയിന്റ് പ്ലേസ് ചെയ്യുക. സോ 6 + 5 = 11, 1 + 3 = 4, 4 + 3 = 7. ദെൻ പോയിന്റ് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ദെൻ 1 + 7 = 8, 2 + 3 = 5. 58.71. So 58.71 is the answer. Next one. 29.35, 4.56. So നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്യുക. സോ 5 ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ. സോ നമുക്ക് 5ൽ നിന്ന് 6 പോകത്തില്ല. 15 നിന്ന് 6 പോകുമ്പോൾ എത്ര കിട്ടും? സോ 9. ദെൻ 2 become 12, 8. സോ 12ൽ നിന്ന് 5 പോകുമ്പോൾ 7. സോ പോയിന്റ് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. 8ൽ നിന്ന് 4 പോകുമ്പോൾ 4. ദെൻ ലാസ്റ്റ് 2. So 24.79. ഓക്കെ. സോ നമ്മൾ നമ്പേഴ്സും ആഡ് ചെയ്യുന്നത് പോലെ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഡെസിമൽ പ്ലേസിലുള്ള നമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക ഒരു സബ്ട്രാക്ട് ചെയ്യുക. So how to expand this number? സോ ഇതെന്ന് പറയുന്നത് ഡെസിമൽ പ്ലേസിലുള്ള ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഓക്കെ. സോ ഡെസിമൽ യൂസ് ചെയ്തിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? സോ ഈ പോയിന്റിന് റൈറ്റിലുള്ള നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇത് 3 എന്ന് പറയുന്നത് 1s പ്ലേസ് ആണ്, 5 10s പ്ലേസിലാണ്, 2 100ന്റെ പ്ലേസിലാണ്. ഓക്കെ. ഇവിടെ 4 എന്ന് പറയുന്നത് 10s പ്ലേസിലാണ്. ഓക്കെ. 10s പ്ലേസ് ആണ്, അല്ലാതെ 1 പ്ലേസ് അല്ല വരുന്നത്. പോയിന്റിന് ശേഷം റൈറ്റിൽ വരുന്ന ഫസ്റ്റ് നമ്പർ എന്താണ്? 10th പ്ലേസ് ആണ്. ദെൻ 1 എന്ന് പറയുന്നത് 100s പ്ലേസ് ആണ്. 7 എന്ന് പറയുന്നത് 1000s പ്ലേസ് ആണ്. ഓക്കെ. ഈ 10th പ്ലേസ് മെയിൻ ചെയ്യുന്നത് എന്താ? 1/10. 100 1/100. 1000 1/1000. സോ നിങ്ങൾ ഇതെല്ലാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ഈ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്? സോ ഫസ്റ്റ് നമ്മൾ 2 × 100 + 5 × 10 + 3 × 1. ഓക്കെ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് പ്ലേസസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാം. ദെൻ വാട്ട് ഡെസിമൽസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 4 × 1/10. സോ 4 is in the 10s place, so we can write 4 × 1/10 plus 1 × 1/100 plus 7 ×
1/1000. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്. Next one, exercise 2.5. Okay, 2.5 നമുക്ക് എക്സസൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, which is greater? Which is greater? .5 or 0.05. 0.5 or 0.05. നമ്മൾ ഈ നമ്പർ ഏതാണ് വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് എങ്ങനെ പറയുന്നത്? ഫസ്റ്റ് ഡെസിമൽ നോക്കുക, ഡെസിമലിൻ്റെ റൈറ്റിലുള്ള നമ്പേഴ്സ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ 5, 0. ഈ 5ലും 0യിലും ഏത് നമ്പറാണ് ഗ്രേറ്റർ? 5 ഇസ് ദ ഗ്രേറ്റർ നമ്പർ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് 0.5 ഇസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. സോ 0.5 ഗ്രേറ്റർ ദാൻ 0.05. ഓക്കെ, പോയിന്റിന് ശേഷമുള്ള നമ്പേഴ്സ് നോക്കുക, ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള നമ്പർ നോക്കുക, നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ ഏതാണോ വലിയ നമ്പർ അതായിരിക്കും വലിയ ഡിജിറ്റ് എന്ന് വലിയ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, 0.7 or 0.5. So which is the greatest number? പോയിന്റിന് ശേഷമുള്ള നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യുക. 7, 5. So 7 is a greater number. Okay, so we can write 0.7 is greater than 0.5. Next one, 7 or 0.7. സോ കാണുമ്പോഴേ അറിയാം ഏത് നമ്പറാണ് വലിയ നമ്പർ. 7 ആണോ വലിയ നമ്പർ, 0.7 ആണോ വലിയ നമ്പർ? 7 ഇസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഓക്കെ, സെക്കൻഡ് വൺ, എക്സ്പ്രസ് ആസ് റുപ്പീസ് യൂസിങ് ഡെസിമൽസ്. സോ 1 rupees എന്ന് പറയുന്നത് 1 rupees എന്ന് പറയുന്നത് എത്ര പൈസയാണ്? 100 പൈസ. ഓക്കെ, 1 rupees എന്ന് പറയുന്നത് 100 പൈസ ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 പൈസ. സോ ഇതിനെ എങ്ങനെയാണ് നമ്മൾ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? സോ 1 rupees എന്ന് പറയുന്നത് 100 പൈസയാണ്. സോ വി ക്യാൻ റൈറ്റ് 7/100. സോ ദ ആൻസർ ഈസ് 0.07 rupees. ഓക്കെ, സോ 7/100 എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ നമ്പർ എഴുതുന്നത്? 7/100 എന്ന് പറയുന്നത് എത്ര സീറോസ് ഡിനോമിനേറ്ററിൽ ഉണ്ടെന്ന് നോക്കുക. അത്രയും പ്ലേസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് ചെയ്യുക. ഓക്കെ, ഡെസിമൽ പോയിന്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ന്യൂമറേറ്ററിലുള്ള നമ്പറിനെയാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. സോ ആ നമ്പറിൻ്റെ ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ എത്ര സീറോ ഉണ്ട്? 2 സീറോ ഉണ്ട്. പക്ഷേ 7 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഒരു സീറോയും കൂടെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ പോയിന്റ് കൊടുക്കുക. സോ ഇതൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. Next one, 77 rupees 77 paisa. ഓക്കെ, 77 rupees 77 പൈസ. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 77 rupees അതുപോലെ തന്നെയാണ്, കാരണം അത് റുപ്പീസിലാണ് ഓൾറെഡി
കൊടുത്തേക്കുന്നത്. ഇത് ഒറ്റയായിട്ടാണ് എഴുതണത്, അതായത് 77 rupees and 77 paise എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 1 രൂപ 50 പൈസ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കുക. 77 rupees തന്നെയാണ്, അതൊന്നും ചെയ്യേണ്ട. പക്ഷേ 77 പൈസ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? 77 divided by 100. So we can write 0.77. 0.77. So the answer is 77. എങ്ങനെയാണ് എഴുതുന്നത്? 77.0. പോയിന്റിന് ശേഷമുള്ള നമ്പേഴ്സ് ആണ്, ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, സോ 7.7. So the answer is 77.77 rupees. Okay. അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ളതെല്ലാം. സോ അതിനകത്ത് എക്സ്പാൻഡഡ് ഫോം കൊടുത്തിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ 20.03. നമ്മളിതെങ്ങനെയാണ് വായിക്കുന്നത്? ഇപ്പം 41.52 എന്നാണ് വായിക്കേണ്ടത്, അതല്ല 41.52 എന്ന് വായിക്കരുത്. 41.52 എന്നാണ് നമ്മളിത് റീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ 20.03. How to expand this number? First one, 2 into 100. So 0 is in the ones place and 2 is in the tens place. പോയിന്റിന് ശേഷം വരുന്ന 0 is in the tens place and 3 is in the hundreds place. Okay, so 2 into 100 plus 0 into 1 plus 0 into 1 by 10 plus 3 into 1 by 100. Okay, next one, 2.03. സോ ഈ 2.03 നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് 2 ഈസ് ഇൻ ദി വൺസ് പ്ലേസ്, ദെൻ 0 ഈസ് ഇൻ ദി ടെൻസ് പ്ലേസ്, പ്ലസ് 3 ഈസ് ഇൻ ദി ഹൺഡ്രഡ്സ് പ്ലേസ്. ഡെസിമലിന് ശേഷം വരുന്ന നമ്പേഴ്സ് എല്ലാം നമ്മൾ 1 by യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ. 1 by tens, 1 by hundreds, 1 by 1000 and 1 by 10,000. Okay. Next one, the place value. Okay, place value. Write the place value of 2 and give in the following decimal number. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് 2ൻ്റെ പ്ലേസ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് വൺ, അതിൽ തന്നേക്കുന്നത് 2.56, 21.37, 10.25. ഓക്കെ, 9.42, 63.352. ഇങ്ങനെയുള്ള ഡെസിമൽ നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ പ്ലേസ് വാല്യൂസ് ഒക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് തേർഡ് വൺ ചെയ്യാം. 10.25. 10.25. ഇതിൽ 2ൻ്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, 2ൻ്റെ പ്ലേസ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലോട്ടാണ് നമ്പേഴ്സ് എങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താ ചെയ്താൽ മതി, ആ പ്ലേസസിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 is in the tens place ആണ്. സോ 2 into 1 by 10. So the answer is 2 by 10. So 2 by 10 is the answer, or 0.2 is the answer. Okay. Next one, 9.42. 9.42. സോ ഇതിൽ 2ൻ്റെ പ്ലേസ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 2ൻ്റെ പ്ലേസ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 2 ഏത് പ്ലേസിലാണ് ഉള്ളത്? ടെൻസ്, ഹൺഡ്രഡ്സ്. 2 is in the hundreds place. So 2 into 1 by hundreds.
So 1 by 100. So the answer is 2 by 100. Okay. So 2.5 ile 8th one, page number 48. Shama bought 5 kilogram 300 gram apple and 3 kilogram 250 gram mangoes. Sarala bought 4 kilogram 800 gram orange and 4 kilogram 150 gram bananas. Who bought more fruits? So question എന്താണ്? ഷാമ വാങ്ങിച്ചത് ഏതൊക്കെയാണ്? ആപ്പിൾസ് എന്ന് പറയുന്നത് 5 kilogram 300 gram ആപ്പിൾ. ഓക്കെ. സോ ഷാമ വാങ്ങിച്ചത് 4 kilogram 300 gram ആപ്പിൾസും അതുപോലെ തന്നെ മാംഗോസ് എത്രയാണ്? 3 kilogram 250 gram മാംഗോസ് ആണ്. സരളയോ? സരള ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് വാങ്ങിച്ചത്? എത്ര കിലോഗ്രാംസ് ഒക്കെ വെച്ചിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്? ഓറഞ്ച് സരള വാങ്ങിച്ചേക്കുന്നത് 4 kilogram 800 gram. Then banana 4 kilogram 150 gram. Okay. സോ രണ്ടുപേരുടെ എമൗണ്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി എഴുതിയിട്ടുണ്ട്. സോ ഹൂ ബോട്ട് മോർ ഫ്രൂട്ട്സ്? ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡിഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ഈ രണ്ട് മാംഗോയുടെയും ആപ്പിളിൻ്റെയും മാംഗോയുടെയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, കിലോഗ്രാംസും ഗ്രാംസും നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സരള വാങ്ങിച്ച ഓറഞ്ചും ബനാനാസും എത്ര കിലോഗ്രാം വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഗ്രാമിലുള്ള പോർഷൻസ് വേണം ആഡ് ചെയ്യാൻ, ദെൻ കിലോഗ്രാമിലുള്ള പോർഷൻസ് ആഡ് ചെയ്യാം. 0 0 0 0 5 5 3 + 2 = 5. സോ നമുക്ക് ഗ്രാമിലുള്ള പോർഷൻസ് കിട്ടി. ഇനി കിലോഗ്രാം 5 + 3 = 8. ഓക്കെ. സോ ഷാമ വാങ്ങിച്ചത് 8 kilogram 550 gram ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് സരള വാങ്ങിച്ചത് നോക്കാം. 059 gram 8 kilogram. 4 + 4 = 8 kilogram. So answer is 8 kilogram 950 gram ആണ് സരള വാങ്ങിച്ചത്. സോ ഈ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് വാങ്ങിച്ചത്? സോ ഇവിടെ 8 kilogram തന്നെയാണ്, പക്ഷെ ഗ്രാമിൽ ഇവിടെ എന്ത് നോക്ക്, രണ്ടിലും ഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആരാണോ അവരാണ് എന്ത് വാങ്ങിച്ചത്? ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചത്. സോ സരളയാണ് സരള ബോട്ട് മോർ ഫ്രൂട്ട്സ്. ഓക്കെ. സോ ഇവിടെ 550 ആണ്, ഇവിടെ 950 ആണ്. സോ ഗ്രേറ്റസ്റ്റ് നമ്പർ 950 ആണ്. സോ സരള ബോട്ട് മോർ ഫ്രൂട്ട്സ്. Ninth one. How much less is 28 kilometer than 42.6 kilometer? How much less is 28 kilometer than 42.6 kilometer? സോ ക്വസ്റ്റ്യൻ എന്താണ്? 42.6 കിലോമീറ്ററിനേക്കാൾ 28 കിലോമീറ്റർ എത്ര കുറവാണ്? 42.6 കിലോമീറ്ററിനേക്കാൾ
28 കിലോമീറ്റർ എത്ര കുറവാണ്? കുറവെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവിടെ ചെയ്യുന്ന ഓപ്പറേഷനാണ് സബ്ട്രാക്ഷൻ. സോ ഈ തന്നേക്കുന്ന കിലോമീറ്ററിൽ നിന്നും ഈ കിലോമീറ്റർ എന്ത് ചെയ്യണം? നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സോ 42.6 കിലോമീറ്റർ ആൻഡ് 28. സോ നമുക്കിവിടെ ഒരു പ്ലേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 0 പുട്ട് ചെയ്യാം. ഓക്കെ, കിലോമീറ്റർ. സോ മൈനസ് ചെയ്യാം. 6.12. സോ 12 നിന്ന് പോകുമ്പം 4 1. സോ 42.6 കിലോമീറ്ററിൽ നിന്നും 28 കിലോമീറ്റർ എത്ര കുറവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്തുവാണ്? 14.6 കിലോമീറ്റർ കുറവാണ്. ഓക്കെ, സോ ലെസ് എന്ന് പറയുമ്പോഴേ നമ്മളവിടെ സബ്ട്രാക്ട് ചെയ്യുക. മോർ ദാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, ഇത് എക്സസൈസ് 2.5 ഈസ് ഓവർ. ബാക്കി നിങ്ങൾ ചെയ്യാത്തതെല്ലാം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ,